ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഞണ്ട് ചുടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുയ്യെടുക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ചെറിയ വൈബ്സാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കൽ. ഇത് നമ്മൾ ചെറുതിലൊക്കെ നമുക്ക് ഇത് തന്നെയായിരുന്നു പണി, ഞണ്ട് ചുടൽ. അപ്പോൾ ഞണ്ട് ചുട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അത് എനിക്കായെങ്കിലും എൻ്റെ അനിയത്തിമാർക്കായെങ്കിലും നമുക്കെല്ലാവർക്കും കസിൻസിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞണ്ട് വരുന്ന സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെയുള്ള ക്വാർട്ടേഴ്സിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല ഞണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഞണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്ര മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് നെരുപ്പുണ്ടാക്കി ആ ഞണ്ടിനെ അതിലോട്ടേക്ക് വെച്ച് കൊടുക്കാമെന്ന് നമ്മൾ ചെയ്യുന്നുള്ളത്. ഞണ്ട് ചുട്ടയിക്കാൻ വേറെ തന്നെ ടേസ്റ്റാണ്. അതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമാകുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ലാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ബിലാലാണെങ്കിൽ അവനക്ക് ഞണ്ടിടണം പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല. നോർമലി മത്തി ചുടാറുണ്ട്, അങ്ങനെ കുറച്ച് മീൻ ചുടാറുണ്ട്. അപ്പോൾ ഇത് ചുടാറുണ്ടോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ ചുട്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇലയും കൂടി എടുക്കുന്നുണ്ട്. ഫുൾ പക്ക നാടൻ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ ചെയ്യുന്നുള്ളത്. നമ്മൾ വാഴയില എടുത്തെന്ന് വെച്ചാൽ ഇത് ചുട്ടതിന് ശേഷം അതിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ ഒരു കുണ്ടെടുത്തിട്ട് കഴിക്കുന്നത് നമുക്ക് മറ്റച്ചാലും നെരുപ്പിട്ടിട്ടും ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ഉമ്മാനെ കാണാതെയാണ് ഈ ഒരു പണി ഒപ്പിക്കുന്നുള്ളത്, അതിനെക്കൊണ്ടാണ് ഈ കുഴിയെടുത്തിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഈ കുഴി മൂടി വെച്ചാൽ മതിയല്ലോ. അതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇത് ചൂടാൻ തുടങ്ങിയ നേരം നല്ല സ്മെല്ലായിരുന്നു. ഇർഫാന് പിന്നെ ആദ്യം തന്നെ ഒരു കാല് വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി. ആ കാല് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇർഫാനും ബിലാലൊക്കെ നല്ല അടിയായി. എന്നിട്ട് നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ട് ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എടുത്ത് മാറ്റലായിരുന്നു കുറച്ചും കൂടി ടാസ്ക്. കഴിക്കലെന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് തുണി കളയാനുള്ള ടൈം മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അത്രയും ഫാസ്റ്റായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയാൽ അത്യാവശ്യം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ആകുമ്പോൾ ആരുമില്ലല്ലോ, മെയിൻലി നമ്മൾ ഒറ്റക്കാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. നെരുപ്പ് നല്ല ചൂടായിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് കൈ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ സമയം കൈയിട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മളെ കൈയൊക്കെ നന്നായി ചൂടേറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് റൗണ്ടൊക്കെ എടുത്തിട്ടു. ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനും ഇർഫാനും ഹുസനും ബിലാലാണ് ഉണ്ടായിരുന്നത്. സഫർ ഇത് കഴിക്കില്ല, എന്തോ സ്മെല്ല് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അകത്തേക്ക് പോയി. കാരണം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതാണ്, പക്ഷേ ഒട്ടും ആ സ്മെല്ല് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ബിലാലിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിലാൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നുള്ളത്, പക്ഷേ നമുക്കെല്ലാവർക്കും കഴിച്ചിട്ട് നല്ല ശീലം കേട്ടോ. ഈ ഒരു പരിവാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹുസ്സൻ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല വെയിലാട്ടോ. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലെന്ന് വെച്ചാൽ ഇർഫാൻ്റെ മുഖത്ത് കണ്ടില്ലേ, നല്ല വിയർപ്പൊലിക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും കാര്യമാക്കുന്നൊന്നുമില്ല. ഇത് കുറേ കാലത്തിന് ശേഷമല്ല നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുള്ളത്, അതുകൊണ്ട് അത് ആസ്വദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.